ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകും അമേരിക്ക? US-ൻ്റെ നയങ്ങൾ എന്താണ്? US വ്യാപാര യുദ്ധം റഷ്യയോട് നടത്തുമ്പോൾ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ നോക്കുന്നത് ഈ വക കാര്യങ്ങൾ കൂടിയാണ്. കാരണം ഇസ്രായേലി പാർലമെൻറ്റിൽ ചെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ച വരികളിൽ റഷ്യയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഇനി എത്തി നോക്കേണ്ടത് റഷ്യയുടെ നടപടികളാണ് എന്നതാണ്. അപ്പോൾ റഷ്യയാണ് അവർക്ക് പ്രാധാന്യം. റഷ്യയുടെ നിലപാടുകൾ എന്താണ്? റഷ്യ ഇറാനെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് റഷ്യ എടുക്കുന്ന നിലപാടുകൾ വല്ലാതെ അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ വീണ്ടും വീണ്ടും ഇറാന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, ആണവപ്പുര തുറന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. വേണ്ടി വന്നാൽ ഇറാൻ ആണവായുധങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ചും മോസ്കോയിൽ ചർച്ചയുണ്ടാകും എന്നൊരു സൂചന കൂടി റഷ്യൻ പ്രസിഡന്റ് നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ദിമിത്രി മെദ്വദേവും അതുപോലെ വ്ളാഡിമിർ പുടിനും ശക്തമായി അമേരിക്കയുടെ നടപടികളെ എക്കാലത്തും എതിർത്തിരുന്നു. അമേരിക്ക ഏതൊക്കെ രീതിയിലാണ് യൂറോപ്യൻ യൂണിയനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചതെന്നതും സോവിയറ്റ് റഷ്യയെ തകർക്കാൻ ശ്രമിച്ചതെന്നതും ചരിത്രം പഠിച്ചിട്ടുള്ള ആരും മറന്നിട്ടില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രാധാന്യങ്ങൾ ഉണ്ട്. ഒന്ന്, അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പരമാവധി പിടിച്ചു പറ്റുക. ബ്രിക്സ് രാജ്യങ്ങളെ ഒപ്പം കൂട്ടി കറൻസി ഇറക്കി ഡോളറിന് ഒരു ബദലായി നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും റഷ്യയുടെ മുന്നിലുള്ള പ്രധാന വഴികളാണ്. റഷ്യ എന്ന രാജ്യം സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണ്. മറ്റ് സുരക്ഷാ സമിതി അംഗങ്ങളായിട്ടുള്ള അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി അതിശക്തമായി വാദിക്കുമ്പോഴും ഇസ്രായേൽ നടത്തുന്ന നടപടികൾക്കെതിരെ ഒരു രീതിയിലും ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ റഷ്യ ആ ദൗത്യം കൂടി ഏറ്റെടുക്കും. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ റഷ്യ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകാനുള്ള ഏറെ സാധ്യതകൾ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ പണി ചോദിച്ച് വാങ്ങിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റഷ്യ തക്കം പാർത്തിരിക്കുകയാണ്. ഏത് രീതിയിലും ഇസ്രായേലിനെ തകർക്കുക എന്നത് അറബ് രാജ്യങ്ങൾക്കും ഇറാനും റഷ്യയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇസ്രായേൽ എന്നത് അമേരിക്കയുടെ പ്രോക്സി ഗ്രൂപ്പാണ്. ഇസ്രായേൽ തകർന്നാൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് തകരുന്നത് പോലെയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഫലസ്തീൻ മോചിതരാകും, അവിടെ സമാധാനം പുലരും. ഇസ്രായേലിലെ ഭരണത്തെ കൃത്യമായി അവിടുത്തെ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ അഭിസംബോധന ചെയ്യാൻ തന്നെയാണ് പുടിൻ്റെ നീക്കം. പുടിൻ ഒന്നും മറന്നിട്ടില്ല, പൊറുക്കുകയുമില്ല. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ എന്ന് ചോദിക്കുമെങ്കിലും ഇതങ്ങനെയല്ല. ചില കണക്കുകൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. കണക്ക് ചോദിക്കേണ്ടത് റഷ്യയുടെ മൗലിക അവകാശം പോലെയാണ്. തീർച്ചയായും സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പുടിൻ യൂറോപ്യൻ യൂണിയനെ മര്യാദ പഠിപ്പിച്ചിരിക്കും.